കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖനായ വ്യക്തിയാണ് പി.സി. ജോർജ്. പല മുന്നണികളിലും മാറി മാറി ഭാഗ്യം പരീക്ഷിച്ചിട്ടുള്ള ഇദ്ദേഹം വളരെക്കാലം പൂഞ്ഞാർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം.എൽ.എ. ആയിരുന്നു. ഇപ്പോൾ എൻ.ഡി.എയെ പ്രതിനിധീകരിച്ച് ജനവിധി തേടുന്നു. ഇദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. പലപ്പോഴും അഭിപ്രായങ്ങൾ മാറ്റിപ്പറയുന്നത് കാണുമ്പോൾ എന്തെങ്കിലും വിഭ്രാന്തിയുള്ള മനുഷ്യനാണോ എന്ന് തോന്നിപ്പോകുന്നത് സ്വാഭാവികം. നമുക്കിദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളിലൂടെയൊന്ന് കടന്നുപോകാം. ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ റിസർവ് ബാങ്ക് കൊള്ളയടിക്കുന്നത് അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടെ ഞാൻ വെറുതെ പറയുന്നില്ല. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമൊക്കെ പ്രോണം ഫണ്ട് ചെല്ലും. കിട്ടുമോ? ഇനി ഈ നേരപ്പോക്കെ എവിടെ കിട്ടാൻ പോകുന്നു? പാപ്പരടിക്കാൻ പോവുക. നോട്ട് നിരോധിച്ചു. ഞാൻ നോട്ടൊക്കെ നിരോധിച്ചപ്പം കള്ളപ്പണം പിടിക്കില്ലോ എന്ന് പറഞ്ഞു. 1 രൂപയുടെ കള്ളപ്പണം പിടിക്കാൻ പറ്റും. ഞാൻ കണക്കെടുത്ത് നോക്കി. നോട്ട് പിൻവലിച്ചപ്പോഴോ മുഴുവൻ നോട്ടും തിരികെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കള്ളപ്പണം. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഇത്ര വൃത്തികെട്ടവന്മാർ, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാർ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവർ. അത് തന്നെയല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല, മുസ്ലിമാണ്. ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ എനിക്കുണ്ട്. എൻ്റെ ഒരു ഉപദേശമുണ്ട് ഞങ്ങളോട്. ഒരു 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ആണ് പെണ്ണടക്കം കിടക്കുന്നതിന് മുമ്പ് ഒരു 30 ml നല്ല ബ്രാൻഡിയോ വിസ്കിയോ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. സ്ത്രീകൾക്ക് നടുവേദന എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഒരു 30 ml അടിച്ചാൽ മതി. എല്ലാ ദിവസവും വേണം. ആഴ്ച ഒരു 2-3 ദിവസം. ആണുങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രക്ത ഓട്ടം കൂടുതലുണ്ടാവും. യൗവനം നിലനിൽക്കാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ വലിയൊരു വെട്ടാണ് പി.സിക്ക് കിട്ടിയത്. ആ വെട്ടൊക്കെ ഇന്നൊരു പാഠമായി പഠിച്ചാണോ മുന്നോട്ട് പോകുന്നത്? പാഠമൊന്നും പഠിച്ചില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ചില കശ്മലന്മാർ ഉണ്ടാക്കിയ കള്ളപ്രചരണത്തിൽ പാവപ്പെട്ട ഒരു സമൂഹം വീണുപോയി. അവരിന്ന് അതിൽ ദുഃഖിതരാണ്. അവര് ദുഃഖിതരാണെന്ന് മാത്രമല്ല, ഇപ്പൊ എല്ലാ കാര്യത്തിലും അവരാണ് മുന്നേ നിൽക്കുന്നത്. മുഴുവൻ നിങ്ങൾ ആ മേഖല അറിയി കണക്കിന് ചോദിക്കും, അവർ പറഞ്ഞു. അപ്പൊ നിൽക്കുന്നത് മനസ്സിലാവും. കബളിപ്പിക്കപ്പെട്ടവർ, അത് ദുഃഖം വന്നവർ, മൗലിമാരെല്ലാം ഇപ്പം നിങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാം. പി.സി. ജോർജിനെ മുസ്ലിം വിരോധി എന്നാണല്ലോ ഇപ്പൊ മുദ്ര കുത്തുന്നത്. അത് പറയുന്ന വിവരം കേട്ട ഹറാം പറഞ്ഞവന്മാർ, മാന്യന്മാരത് പറയാൻ. മാന്യന്മാരും മുസ്ലിങ്ങളും പറയാൻ. 7 പ്രാവശ്യം ജയിച്ചു, 9 പ്രാവശ്യം മത്സരിച്ചു. 8ാമത് ജയിക്കാൻ വേണ്ടി മത്സരിക്കുക. പിന്നെ ഈ മുമ്പ പി.സി. ജോർജിനെ ഒരു രീതിയിലും അഫക്ട് ചെയ്യില്ല. അത് നിനക്ക് മനസ്സിലായില്ല. ഇവിടെ വന്നു എന്റെ ചിഹ്നം തൊപ്പിയാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ളവർ തൊപ്പിയിൽ വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. മനസ്സിലായില്ലോ? 5ാം നമ്പറാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യണം. നിന്നെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാ കാരണന്മാർ പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. സ്വല്പം മാന്യത പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഓർത്തത്. കാരണന്മാർ നന്നായാലും മക്കൾ നന്നാവും. അതിനുവേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറൊന്നും പറയുന്നില്ല. മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ നീ വോട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ല? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ അവകാശമില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും. തിരക്ക്. മനസ്സിലായോ? എന്റെ മര്യാദ കൊണ്ട് അത് ചെയ്യാത്ത. മനസ്സിലായോ? വർത്താനം പറയുന്നു. എന്നെയാ പേടിപ്പിക്കുന്നത്. ഞാൻ ഈരാറ്റുപേട്ട ജനിച്ചു വളർന്നവനാണ്. ഞാൻ എവിടെ പോകാനാ? ഈരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്ന് ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും. മനസ്സിലായോ? നീ എന്താ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ലേ ഞാൻ? ആര് പോയാൽ ഓടുന്നവനല്ലേ ഞാൻ? ഇതിന് മുമ്പ് കൂടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ തന്നെ പോവും. മനസ്സിലാക്കിയോ? പിന്നെ വർത്താനം പറയും. ഓടാവുന്നു. നീ ആരെ പേടിപ്പിക്കാം വേണ്ടി വർത്താനം പറയും. അപ്പോ നല്ലവരായ നിങ്ങൾ സന്മനസ്സുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ ചിഹ്നം തൊപ്പിയാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ളവർ തൊപ്പിയിൽ വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. മനസ്സിലായില്ലോ? 5ാം നമ്പറാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യണം. നിന്നെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാ കാരണന്മാർ പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. സ്വല്പം മാന്യത പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഓർത്തത്. കാരണന്മാർ നന്നായാലും മക്കൾ നന്നാവും. അതിനുവേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, നിന്നെയൊക്കെ നന്നാകാൻ വേണ്ടി. വേറൊന്നും പറയുന്നില്ല. മനസ്സിലായോ? സൗകര്യം ഉണ്ടെങ്കിൽ നീ വോട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ല? ഇതാണ് രാഷ്ട്രീയം. ഇവിടെ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ അവകാശമില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്താൽ നീയൊക്കെ ജയിലിൽ പോയി കിടക്കും. തിരക്ക്. മനസ്സിലായോ? എന്റെ മര്യാദ കൊണ്ട് അത് ചെയ്യാത്ത. മനസ്സിലായോ?
വർത്താനം പറയുന്നു, എന്നെയാ പേടിപ്പിക്കുന്നത്. ഞാൻ ഈരാറ്റുപേട്ട ജനിച്ചു വളർന്നവരാടാ. ഞാൻ എവിടെ പോകാനാ? ഈരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്ന് ഞാൻ എവിടെ പോകാനാടാ? ഇവിടെ തന്നെ കിടക്കും. മനസ്സിലായോ? നീ എന്താ ആര് നേരെ പറഞ്ഞാൽ ഓടുന്നവനല്ലേ ഞാൻ? ആര് ഭൂമിയാൽ Thank you for watching. ഇതിനു